ദുരിതാശ്വാസ നിധി സംഭാവനയ്ക്കെതിരെ ഇടത് സംഘടനാ കൺവെൻഷനിൽ രൂക്ഷ വിമർശനം. ശിശുക്ഷേമ സമിതി സ്റ്റാഫ് യൂണിയൻ കൺവെൻഷനിലാണ് വിമർശനം ഉയർന്നത്. നടക്കുന്നത് നിർബന്ധിത പിരിവെന്നും ദുരിതം ബാധിച്ചവരെ സംരക്ഷിക്കാൻ ആവശ്യത്തിന് സഹായം ലഭിച്ചുവെന്നും ശിശുക്ഷേമ സമിതി സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുകയാണ്. പ്രജിത്ത്, ഇടതുപക്ഷ സ്റ്റാഫ് യൂണിയനിൽ തന്നെയാണ് ശക്തമായ വിമർശനം ഉയരുന്നത്. കാരണം വയനാടിനായി ഇത്തരത്തിൽ നിർബന്ധിത പണപ്പിരിവ് ജീവനക്കാരിൽ നിന്നും നടത്തുന്നതിന് എതിരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രകടനം. കൂടുതൽ വിവരങ്ങൾ. CWC സ്റ്റാഫ് അസോസിയേഷന്റെ കൺവെൻഷന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിലെ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഈ ജീവനക്കാരുടെ 5 ദിവസത്തെ സാലറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് സ്റ്റാഫ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള V അജികുമാർ രൂക്ഷ വിമർശനം ഉയർത്തിയത്. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താൻ ഈ സമ്മതപത്രം നൽകില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ CMDRFന്റെ പേരിൽ ജീവനക്കാരെ പീഡിപ്പിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. അതോടൊപ്പം ഈ CWCയുടെ ജനറൽ സെക്രട്ടറിയായ GN അരുൺഗോപിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹം വിമർശനം ഉയർത്തി. പിന്നാലെ ഈ പൊതുസമ്മേളനത്തിൽ സംസാരിച്ച വിവിധ പ്രതിനിധികൾ, അതിൽ പലരും CPMൻ്റെയൊക്കെ ലോക്കൽ കമ്മിറ്റി നേതാക്കളടക്കമുള്ളവർ ഈ സംഘടനയുടെ ഈ യൂണിയനിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതിനിധി സഭയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അവർ നടത്തിയ വിമർശനം എന്ന് പറഞ്ഞാൽ, നിലവിൽ ഈ വയനാട്ടിലെ ദുരിതബാധിതരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് അത് പല കോണുകളിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. പിന്നെയും എന്തിനാണ് ജീവനക്കാരെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് നടക്കുന്ന നിർബന്ധിത പിരിവാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ ജീവനക്കാരെ CWCയുടെ നേതൃത്വത്തിൽ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി പത്രത്തിന്റെ വരിക്കാരാകാൻ നിർബന്ധിക്കുന്നു. പലതരം പിരിവുകൾ വരുമ്പോൾ അതിൽ അവരെ ഭാഗവാക്കാക്കുന്നു. നിർബന്ധിതമായ പണപ്പിരിവ് നടക്കുന്നു. ഇങ്ങനെ രൂക്ഷമായ വിമർശനങ്ങൾ CWCക്കെതിരെ ജീവനക്കാർ നടത്തി. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് ഈ CWCയിലെ നിയമനങ്ങൾ നടക്കുന്നത് മുഴുവൻ AKG സെന്ററിൽ നിന്നുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് എന്നൊരു വിമർശനം ഉയർത്തിയത്. നിലവിൽ മുൻ ഭരണസമിതി കൊണ്ടുവന്ന ജീവനക്കാരെ അവരെ ഒന്നും സ്ഥിരപ്പെടുത്താനുള്ള നടപടികളൊന്നും CWCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, CWC എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിനകത്തെ ജീവനക്കാരുടെ സംഘടന തന്നെ, അതും ഇടതുപക്ഷ യൂണിയൻ തന്നെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തി കടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഈ CWC നടക്കുന്ന പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെയും ജീവനക്കാർ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നു. കാരണം പലരുടെയും നിയമനങ്ങൾ പോലും അട്ടിമറിച്ചതിന് പിന്നിൽ AKG സെന്ററിൻ്റെയും CPMൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെയൊക്കെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിമർശനങ്ങളും ഒക്കെ നേരത്തെ വന്നതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ AKG സെന്ററിൽ നിന്ന് നൽകുന്ന ശുപാർശകൾക്കനുസരിച്ച് മാത്രം നിയമനം നടത്തുന്നതിന് ജീവനക്കാർ ശക്തമായി രംഗത്ത് വന്നതും. അതോടൊപ്പം തന്നെയാണ് CITU സംസ്ഥാന നേതാവിനെ, സംസ്ഥാന സെക്രട്ടറിയെ തന്നെ വേദിയിലിരുത്തിക്കൊണ്ട് ഈ സ്റ്റാഫ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുന്നതിനുള്ള സമ്മതപത്രം നൽകില്ല എന്ന രീതിയിലുള്ള ഒരു ശക്തമായ നിലപാടെടുത്തു. എന്തായാലും ഇതിന് പിന്നാലെ ഈ അജികുമാറൊക്കെ ഈ നിലപാടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ജീവനക്കാർ 2 ദിവസത്തെ ശമ്പളം ഓൾറെഡി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെയും 5 ദിവസം കൂടി ഞങ്ങൾ ശമ്പളം നൽകണമോ എന്നുള്ളതാണ് ചിലർ സംശയം ഉന്നയിച്ചത് എന്നുള്ളൊരു ദുർബലമായ വിശദീകരണം പിന്നീട് ഈ അജികുമാറൊക്കെ നൽകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും രൂക്ഷമായ വിമർശനം തന്നെ മുഖ്യമന്ത്രിയുടെ CMDRFനെതിരെ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഒരു ഇടത് സംഘടനയുടെ യോഗത്തിൽ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിനോദ്, തീർച്ചയായും ഇടതുപക്ഷ യൂണിയനിൽ തന്നെ, ഇടതുപക്ഷ സ്റ്റാഫ് യൂണിയനുകൾക്കിടയിൽ തന്നെ നിർബന്ധിത സാലറി ചലഞ്ചിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ശിശുക്ഷേമ സമിതി അവരുടെ സ്റ്റാഫ് യൂണിയനിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.